അമ്മ വരുന്ന സമയമായെന്ന് നിനക്ക് മനസ്സിലായപ്പോ അമ്മയെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? തന്നെ അങ്ങനെ അമ്മയുടെ മുന്നിൽ ആളാവണം. ഞാൻ എവിടെ തുടയ്ക്കാൻ പോകും? നിങ്ങൾ ഇത് കണ്ടില്ല കൊച്ചു തറ ഉടയ്ക്കുന്നത്? തറ ഉടയ്ക്കുന്ന നല്ല കാര്യമല്ലേ? ഓടിയൊക്കെ നോക്കണം കേട്ടോ, വേറൊക്കെ ചാടിയേ. ഞാനൊരു പുതിയ പേപ്പർ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ അവിടെ ഞാനൊരു ജോലി തരാം. അസൂയ അല്ലാണ്ട് എന്ത്? ഇവളെ പോലെ അങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന സ്വഭാവമൊന്നും സുഹാസിനി ചേച്ചിക്കില്ല. എന്റെ മക്കളെ കണ്ടോണ്ട് നിങ്ങൾ ബിസിനസ് ഒന്നും തുടങ്ങേണ്ട ഒരു കാര്യമില്ല. Good morning. So, shall we begin? Yes, ma'am. പ്രസാദ് വന്നില്ലേ? പ്രസാദ് ഇന്ന് ലീവാണ് മാഡം. ഇയാളിത് എപ്പോഴും ലീവാണല്ലോ. അല്ല, എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ കമ്പനിയുടെ അവസ്ഥ? ഞാൻ ചോദിക്കാൻ കാര്യം, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും അവരവരുടെ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ മാർച്ച് വരെ കമ്പനിയുടെ ഗ്രാഫ് കണ്ടാൽ വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ്. ഇത്രത്തോളം താഴ്ന്നു പോകാനായിട്ട് എന്താ കാരണം? പറയൂ സാജ. മാഡം, നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ഇതിൽ പിന്മാറുന്നത്. പ്രോഫിറ്റ് കിട്ടാതാരും ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ലല്ലോ, എല്ലാവരും പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലേ മാം നിൽക്കുന്നത്. അല്ല, അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാര്യം? ഇതുവരെയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല മാഡം. അതെ, അതാ ഞാനും ചോദിക്കുന്നത്. മാഡം, ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയട്ടെ. അയ്യോ എന്റെ വേണു, അതിനല്ലേ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്, പറയൂ. മാഡം, നമ്മുടെ MTയുടെ അനാസ്ഥയാണ് ഈ ലോസ് വരാനുണ്ടായ കാരണം. എനിക്ക് തോന്നി നീ എല്ലാം കൂടെ ലാസ്റ്റ് എന്റെ തോളിൽ തന്നെ കൊണ്ടിടുന്നു. അത് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല, സാറിന്റെ പിടിപ്പുകേട് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടാ വേണു, നീ കുറെ നാളെ എനിക്കിട്ട് പാരമണിയായിരുന്നു. അമ്മ ഇതൊന്നും വിശ്വസിക്കരുത്. ഇപ്പൊ വാ തുറക്കണതേ നുണ പറയാൻ വേണ്ടിയിട്ടാണ്. റിലേഷൻഷിപ്പ് ഓഫീസർ, ഇവ റിലേഷൻ തകർക്കാനുള്ള ഓഫീസറാണ്. സൈലൻസ്. പ്രശോഭേ, ഇതൊരു മീറ്റിംഗ്. ബിഹേവ് യുവർസെൽഫ്. സോറി അമ്മ. വേണു, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് മിസ്റ്റേക്കാണ് ഉണ്ടാവുന്നത്? പറയൂ. മാഡം, നമ്മൾ ലോഡുകളെല്ലാം കറക്റ്റ് അയക്കാറുണ്ട്, ക്ലയന്റിന്റെ ബില്ലുകളെല്ലാം സാറിന് സബ്മിറ്റ് ചെയ്യാറുണ്ട്. ഇതൊന്നും സാർ സൈൻ ചെയ്യാറുമില്ല, നോക്കാറുമില്ല. എന്റെ അമ്മ ആന കള്ളാണമ്മ. നീ എപ്പോഴാണ് എനിക്ക് ബില്ല് കറക്റ്റ് സമയത്ത് തന്നിട്ടുള്ളത്? സാറിനോട് ചോദിച്ചു നോക്ക്. മാഡം, എല്ലാ ബില്ലും സാറിന്റെ ടേബിളിന് വെളിയിൽ വെക്കാറുണ്ട്. സാർ ഒട്ടും ഒരു ബില്ല് പോലും നോക്കാറില്ല. അവസാനം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വേണം നമ്മൾ ക്ലയന്റിനെ അയച്ചു കൊടുക്കാൻ. പിന്നെ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്? അത് മാത്രമല്ല മാഡം, പ്രശോഭ് സാർ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം 2 മണിക്കൂർ, അതിൽ കൂടുതൽ സാർ ഓഫീസിൽ നിൽക്കാറില്ല. ഫുൾ ടൈം കറക്കമാണ്. കറക്കോ? ഞാൻ ക്ലയന്റിനെ കാണാൻ പോണേണമ്മ. നീ ആരെ കാണാൻ പോകുന്നു, എവിടെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാം. താരക്ക് എന്താ പറയാനുള്ളത്? മാഡം, സീസണൽ പ്രോഡക്ട്സ് റിലേറ്റഡ് എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കമ്പനിക്ക് ലാഭം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ 2 വർഷമായിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 എംപ്ലോയീസ് ചെയ്യേണ്ട വർക്ക് ഇപ്പോൾ ഒരാൾ ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഞാനൊരു കാര്യം പറയാം. ഈ പറഞ്ഞതിനൊക്കെ ഉള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കാം. പക്ഷേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജോലികൾ കൃത്യമായിട്ടും വെടിപ്പായിട്ടും ചെയ്യുക. മനസ്സിലായോ? ഇതാണ് നിങ്ങളുടെ അന്നം എന്നുള്ള വിചാരം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. കേട്ടല്ലോ? ഓക്കെ, മീറ്റിംഗ് ഈസ് ഓവർ. പ്രശോഭ, അവിടെ ഇരിക്കെ. നിന്നോട് പോകാൻ പറഞ്ഞില്ല, അവരൊക്കെ പോയി. അമ്മ, ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമില്ലേ, അതാണ് മെയിൻ കാര്യം നമ്മളെ ബിസിനസ് കുറയാനുള്ളത്. അല്ലാതെ ഇവര് പറയും പോലെ ഒന്നുമല്ല. യുദ്ധമൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് മറ്റു ചില കാര്യങ്ങളാണ് നിന്നോട് ചോദിച്ചറിയേണ്ടത്. ഇന്നാളെ ഞാൻ ഓഫീസിൽ വന്നപ്പോ നീ എവിടെ പോയിരുന്നു? ഓഫീസില്ലായിരുന്നല്ലോ. അത് ഞാൻ ചെമ്മീൻ ജെയിംസിനെ കാണാൻ പോയിരുന്നു, ക്ലയന്റ്. ചെമ്മീൻ ജെയിംസിനെ കാണാൻ മേനോൻ എന്തിനാടാ കൂടെ? അത് പിന്നെ അമ്മ, മര്യാദക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ചൗകുറ്റി അടിച്ച് പൊട്ടിക്കുക. എന്റെ വിശ്വരൂപം നീ കാണുമേ പ്രശോഭേ? അയ്യോ അമ്മ, ഞാൻ പറയാം. അങ്കിളിന്റെ സഹോദരിയുടെ ഒരു ബിസിനസ് തുടങ്ങാൻ പോണം. അതിന്റെ ചുമതലയും കൂടെ ഞാൻ നോക്കി നടത്തണമെന്നാണ് പറയണത്. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റൂലെന്ന്. നമുക്കിപ്പോ ഇതൊക്കെ ഉണ്ടല്ലോ. ആ ചുമതലയും കൂടെ ആയിട്ട് നീ നടത്തിയാല് ഈ കമ്പനിയുടെ കാര്യം ആര് നോക്കും? ഞാൻ എന്താ ഇത് പുഴുങ്ങി തിന്നണോ? അയ്യോ, അത് നമുക്ക് വിടാൻ പറ്റൂലമ്മ. കാര്യം ഞാൻ പറഞ്ഞേക്കാം.
ഇതൊക്കെ അവനവനും കൂടെ വേണമെങ്കിൽ മതി. നിന്റെയൊക്കെ ഇഷ്ടം പോലെ ചെയ്. എടാ അജയ പാരേ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. രാത്രികുട്ടി, ഈ മനോഹരേട്ടന്റെ മനസ്സിൽ നീ എന്നും ആ പഴയ 6 വയസ്സുകാരി. നിന്നെയും തോളത്തെടുത്ത് പാടത്തെ ചാലി കടക്കുമ്പോൾ ആരും എന്നോട് എൻ്റെ കുലമോ ജാതിയോ ചോദിച്ചില്ല. അമ്പലക്കുളത്തിൽ നീ മുങ്ങിത്താഴുമ്പോൾ സ്വന്തം ജീവൻ മറന്ന് നിന്നെ രക്ഷപ്പെടുത്തിയപ്പോഴും എൻ്റെ അച്ഛൻ്റെ പേരും ആരും ചോദിച്ചില്ല. പിന്നെ എന്തേ ഇപ്പൊ ഈ അകറ്റി നിർത്തൽ? പറയൂ രാത്രികുട്ടി, പറയൂ. ഞാൻ പറഞ്ഞു തരാടാ, എനിക്കിട്ട് പാര പറഞ്ഞു പുറത്തു പോണത് നീ അമ്മേനെ പറഞ്ഞു കൊടുക്കും. ഒരു അബദ്ധം പറ്റി പോയതാ. ഇനി പറയൂല പ്ലീസ്. ഒരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞില്ലോ സാറേ. ഡബിൾ ഉള്ളതാ ഇവിടെ സാറേ. നിന്റെ ഡബിള് ഞാൻ ത്രിപിളാക്കി തരാടാ. നാടകത്തിൽ മാത്രം നന്മ വരാൻ കളിച്ചാ പോരാ, ജീവിതത്തിനും കൂടെ അത് കളിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ നന്മ ഉള്ളത് കൊണ്ടല്ലേ ഞാനിത് മാഡത്തോടെല്ലാം തുറന്നു പറഞ്ഞത്. ഞാൻ കൊല്ലോടാ. ഇങ്ങനെ കുട്ടികളെ കളിച്ച് നടക്കുന്ന സാറിന് ആരെങ്കിലും ഇത്രയും വലിയ കമ്പനി ഏൽപ്പിക്കും? ഒലിപ്പിക്കല്ലേ മോളെ. ഇപ്പൊ തന്നെ ചന്ദ്രഹാസത്തിലെ മരുമക്കളെ കൊണ്ട് മാഡത്തിന് ഒരു സമാധാനം ഇല്ലെന്നാ കേട്ടെ. നടക്ക് നടക്ക്. എന്തിനാടി ഇപ്പൊ ഇവിടെ തുടക്കണേ? ഞാൻ ചുമ്മാ ഇരുന്നപ്പോ എനിക്ക് സമയം പോണില്ല, ഞാൻ വിചാരിച്ചു തുടയ്ക്കാം. ഞാനിപ്പോ എന്ത് പ്രശ്നം? എടി കള്ളി, ഈ അമ്മ വരുന്ന സമയമായെന്ന് നിനക്ക് മനസ്സിലായപ്പോ അമ്മയെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? തന്നെ തന്നെയാ. എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ആ കുഴപ്പമുണ്ട്. ജോലി വെക്ക്, പോ. പെണ്ണെന്താണുണ്ടോടി നിനക്ക്? ഇങ്ങനെ കള്ളത്തിന് കാണിച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാനായിട്ട് നല്ല മിടുക്കാണല്ലോ. കുളിച്ചുറയാതെ പോയാൽ നിങ്ങൾ പാടുനോക്കി. ഒരു ജോലി എടുക്കത്തുമില്ല, ജോലി എടുക്കുന്നവരെ സമ്മതിക്കത്തുമില്ല. രാവിലെ മേക്കപ്പ് ഇട്ട് ഉറങ്ങിപ്പോളും. അയ്യോടാ, ആഹാ കൊള്ളാലോ. എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ പോലെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല ഞാൻ. കൈയും വീശിയല്ലേ ഇങ്ങോട്ടേക്ക് കയറി വന്നേ. എന്റെ അമ്മ അച്ഛന് ആവശ്യത്തിന് സ്വർണവും പണവും ഒക്കെ തന്നിട്ട് എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടെ. ഏടാ കഴുത്തി കിടക്കുന്നതേ താലി നോക്കി ചരട് കണ്ടാലും മതി. ഒരു സ്വർണത്തിന്റെ താലി പോലും വാങ്ങാൻ പറ്റുന്നില്ലല്ലോ നിനക്ക്. എന്നിട്ട് എന്നെ ജോലി ചെയ്ത് പഠിപ്പിക്കാൻ വന്നേ. അതെ, സ്വർണത്തില് താലി ഇട്ടാലും ചരടില് താലി ഇട്ടാലേ ഈ താലിക്ക് ഒരു ഒറ്റ അർത്ഥേ ഉള്ളൂ. അയ്യോ, ഈ പ്രക്ഷോഭണം നിങ്ങൾ കഴുത്തിൽ താലി ഇട്ടതുപോലെയാണ് പ്രതീക്ഷയാണ് എന്റെ കഴുത്തിൽ താലി കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കടിച്ചു കിടക്കുകയും ചെയ്യുന്നത്. എന്തോന്നറിയാം, പ്രതീക്ഷ എപ്പോഴെങ്കിലും എന്റെ കഴുത്തിൽ താലി മാറ്റണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിലും അത് അന്ന് വരെ ഞാൻ ഈ വീട്ടിൽ നിൽക്കും. അമ്മയെ സോപ്പിടുകയും ചെയ്യും. അതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അമ്മയുടെ മുന്നിൽ ആളാവുണ്ട്. ഞാൻ എവിടെ തുടയ്ക്കാൻ പോകും? അമ്മ വന്ന് കാണട്ടെ. ആഹാ, അയ്യോ അയ്യോ അയ്യോ, എന്ത് പറ്റി? നിങ്ങൾ ഇത് കണ്ടില്ല കൊച്ചു തറ ഉടയ്ക്കുന്നത്? തറ ഉടയ്ക്കുന്ന നല്ല കാര്യമല്ലേ മോളെ. തറയൊക്കെ തുടച്ചിടണം, വീട് വൃത്തിയടിക്കണം, വൃത്തിയുള്ള വീട്ടിൽ വിളക്കം വരുമെന്നാണ് ചൊല്ലി. ഓ, അങ്ങനെ ഒരു പഴഞ്ചൊല്ല് നിങ്ങളോട് പറയുമ്പോൾ എനിക്കിട്ട് വേണം തല്ലാനാ. ഇടി കൊച്ചേ, ഈ തറ ഉടയ്ക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. അയ്യോ അമ്മ, ഞാൻ ഇവിടുത്തെ അമ്മ വരികയാണെന്ന് കരുതിയിട്ട് അമ്മയെ കാണിക്കാൻ വേണ്ടി വെറുതെ മോപ്പൊക്കെ ഇങ്ങനെ എടുത്ത് പിടിക്കുക. ഓ, ഇവിടുത്തെ അമ്മ പുറത്ത് പോയിട്ട് വരുമ്പോ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടണം. അതിന് നീ ഇവിടുത്തെ ജോലിക്കാരിയാണോ? നീ സുനിതാമ്മേനന്റെ വില കളയൂലോടി. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ മനുഷ്യ നിങ്ങൾ അങ്ങോട്ട്. മോളെ, വീട് വൃത്തികേടായിട്ട് കിടന്നാല് അതൊന്നും മൈൻഡ് ചെയ്യരുത്. പുറമ്പൊക്കെ ചെളിയായിട്ട് കിടന്നാലും ഒന്നും വൃത്തിയാക്കരുത്. അത് മോടെ അമ്മയുടെ വീട്ടുകാർക്ക് അത്ര നല്ലതല്ല, അവർ ചീത്ത പേരാകും. നിങ്ങൾ മോളെ ഉപദേശിക്കുവാണോ എനിക്ക് താക്കിയതാണോ? നിന്നെ ആരും അങ്ങ് ആക്കുവോ? ഇത് പറയുന്നത് ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ വേണ്ടിയല്ലേ മോളെ ഞാൻ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ഇവിടുത്തെ തള്ളയുണ്ടല്ലോ, മൈക്കിൽ കൂടെ വല്ല പൊട്ടത്തരം വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞോണ്ടല്ലോ, ഇനി കൂടുതൽ വലിയ ആള് കളിക്കല്ലേ, കാല് മടക്കാൻ പിത്തിക്കിട്ട് അടിച്ചോളെ. അത് വിളിച്ച് എന്തോന്ന് വിളിച്ചെന്നാ? നീ അങ്ങോട്ടൊരു ഡയലോഗ് പറഞ്ഞില്ലേ, പൊളിച്ചു. ആ, അതാണ്. ഈ മോളെ ഇങ്ങോട്ട് വന്നേ, ഈ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എടി, ഞാൻ എന്തൊരു കമ്പനി വാങ്ങിക്കുന്ന കാര്യം നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? അത് ഏകദേശം ശരിയായിട്ടുണ്ട്. സത്യം. എന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അയ്യോ, ആവേശത്തിൽ പോവല്ലേ, തറയിടിച്ച് വീഴല്. അവിടെ പോക്ക് കണ്ട അവളാണ് മുതലാളിന്ന് തോന്നും. അല്ല, ഞാനാണ് മുതലാളിയെങ്കിലും അവളാണ് മുതലാളി.
പ്രതീഷ്, പുതിയ ബൈക്ക് എടുത്തതിന് ശേഷം മൊത്തം റൗണ്ട് അടി തന്നെ അല്ലേ? റൗണ്ട് അടി മാത്രല്ല അങ്ങളെ, ഞാൻ സ്ട്രേറ്റും പിടിക്കാറുണ്ട്. എന്തായി എക്സാം ഒക്കെ? എന്തായി എക്സാം? ഇനി നെക്സ്റ്റ് മന്ത് കാണുമായിരിക്കും, അങ്ങനെ അറിഞ്ഞത്. അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ സ്റ്റുഡന്റ്? എക്സാം കഴിഞ്ഞ് പാസ്സാകുവാണെങ്കിൽ എന്താ, യൂഷ്വൽ ജോബ് വല്ലതും സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം, ചില്ല് ചെയ്യണം, ഇതൊക്കെ തന്നെ. ഞാൻ എന്റെ കമ്പനിയിൽ പ്രതീക്ഷിച്ച ഒരു ജോലി തരട്ടെ? അങ്കിളിന്റെ ഏത് കമ്പനി? ഞാനൊരു പുതിയ പേപ്പർ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. പേപ്പർ കമ്പനിയോ? എവിടെ? അത് കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഉടനെ തുടങ്ങും. കൊച്ചുവേലിയിലോ? ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു പെങ്ങളുടെ മകനുണ്ട്. നിങ്ങളുടെ മകനുണ്ടോ? വേണമെങ്കിൽ അവിടെ ഞാനൊരു ജോലി തരാം. എനിക്ക് പക്ഷെ അങ്ങള് ഞാൻ പഠിച്ച് പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലോ. നമ്മുടെ സ്വന്തം കമ്പനിയല്ലേ, അവിടെ പേപ്പർ എന്തിനാ കിട്ടുന്നത്? തയ്യാറാണോ? ജോലി റെഡി? ഞാനൊന്ന് ആലോചിച്ചിട്ടൊക്കെ പറയാം അങ്കിൾ. അങ്കിൾ എന്താണ് ഈ ജോലിയുടെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, അത് തന്നെ വലിയൊരു ഉപകാരം. താങ്ക് യു. താങ്ക് യു. ബോഡിയൊക്കെ നോക്കണം കേട്ടോ, വയറൊക്കെ ചാടി. നല്ല കട്ടിയായിട്ടിരിക്കുന്നല്ലോ. അങ്കിളെ, ഞാൻ പണ്ടേ 6 പാക്ക് ആയിരുന്ന കാലത്തെ താഴത്തെ 2 ലെയർ ഉണ്ടല്ലോ, അത് ഇപ്പോഴും ആ കട്ടിക്ക് അതേപോലെ അങ്ങ് ഇരിക്കുക. അത് അല്ലെങ്കിൽ മൂത്തത് കല്ലുണ്ടോന്നും കൂടെ ടെസ്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എന്തായാലും ഒന്ന് നല്ല പച്ചവെള്ളം ഒഴിച്ചൊന്ന് തടവി വിട്ടാരെ. പച്ചവെള്ളം ഒഴിച്ച് ചെല്ലുമ്പോഴേക്കേ സെറ്റ് ആവത്തുള്ളൂ. ഞാനൊന്നകത്തു. താങ്ക് യു. എന്നാലും ഇത്ര മസിലുണ്ടോ? മുത്ത്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എവിടെ പോയി? ഞാനേ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത്. ഓ ശരി ശരി ശരി. സാറേ, ഞാൻ ഈ കേട്ട ശരി തന്നെ? അയ്യോ, അത് പണ്ടുള്ളൊരു കേസാണ്, ഇപ്പൊ അങ്ങനെ ഇല്ല. ഏത്? എന്താ കേട്ടത്? നിങ്ങൾ എന്താ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ രണ്ടും കൂടെ പ്രതീക്ഷയായിട്ട് സാറെന്താ ഉദ്ദേശിച്ചത്? പണ്ടത്തെ ചില കേസുകൾ ഏതെങ്കിലും കേട്ടിട്ട് വന്നാണോ? എപ്പോഴും മനസ്സിൽ അതാണ് ചിന്ത. സാറേ, ആ കമ്പനി സാർ തുടങ്ങ തന്നെ? ഉടനെ ഉടനെ തുടങ്ങണടാ, ഇങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? അത് ശരി. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുമോ അത്? എനിക്കും കൂടെ ഒരു ജോലി കമ്പനിയിൽ കിട്ടുമോ? നിനക്ക് ഇവിടെ ജോലി ഇല്ലടേ? ഓ, ഇവിടെ വച്ച് വിളമ്പി മടുത്ത് സാറേ. നീ വച്ചു വിളമ്പെന്ന് ഇവിടെ ആരും കാണുന്നില്ല. അവിടെ അങ്ങോട്ട് വഴക്ക് ഇങ്ങോട്ട് വഴക്ക് ബഹളമല്ലേ കാണുന്നുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ സാധനം വച്ച് കയറ്റിയല്ലോ, എന്നിട്ട് നന്ദിയില്ലാതെ ഇങ്ങനെ സംസാരിക്കരുതേ സാറേ. ജോലി തരാൻ പറ്റൂല്ല, അതാദ്യം പറ. ജോലി ഉണ്ട്, ആലോചിക്ക്. ഒരു ജോലി ഉണ്ട്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ ഈ പേപ്പറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്യും, അരികൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേസ്റ്റ് പേപ്പറെല്ലാം വരും. അത് വാരി കൊണ്ട് കളയാൻ 2 പേരുടെ ആവശ്യമുണ്ട്. നിൽക്കാമോ? വേസ്റ്റ് ഞാൻ വാരി കളയാം. 8 രൂപ സാലറി ഉണ്ടേ. 8 എന്റെ പട്ടിക്ക് വേണം വേസ്റ്റ് കളയാൻ. എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ സാറിന് എങ്ങനെ തോന്നി? പിന്നെ ഞാൻ എങ്ങനെ വേസ്റ്റേ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കൊണ്ട് കളഞ്ഞാൽ മതി കേട്ടാ. മാനേജറിൽ കുറഞ്ഞ ഒരു ജോലി ഞാൻ ചെയ്യില്ല. മാനേജർ? ഞാൻ പേപ്പർ വരാം. അത് നിങ്ങൾ വേസ്റ്റ് വരണം. നിങ്ങൾ പേപ്പർ വാരി കളയണം, മൊത്ത പണിയും ചെയ്തോണം. എന്നാലും കിട്ടൂല കേട്ടാ മുതലാളി. വേസ്റ്റ് വരാൻ എന്നാ സ്വന്തമായിട്ട് ചെയ്താൽ മതി. വേസ്റ്റേ അല്ല മുത്തു, അപ്പൊ നിനക്ക് പണി വേണ്ട. പണി വേണ്ട. ഇതാണ് ഈ രാജ്യത്ത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു എഴുതാൻ നടക്കത്തില്ല. എടാ, വാ പൊളന്നവനെ, വാ തുറന്ന് എന്തെങ്കിലും പറ. ഞാൻ സ്വരൂപി, നീ മുടിയൻ. അപ്പൊ നീ നിന്റെ ഇഷ്ടം അറിയിച്ചോ. ആക്ഷൻ. എന്തെണ്ണ എന്നെ കാണണമെന്ന് പറഞ്ഞത്? സൂസു അല്ല, സ്റ്റാർ മാജിക്. നീ എന്താണെന്നാണ് ഈ പറയുന്നത്? എടാ, സ്വരൂപയുടെ മുഖത്ത് നോക്കി ഐ ലവ് എന്ന് പറയുമ്പോ നീ എന്തോ കിടന്ന് സൂസു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? മനുഷ്യ ടെൻഷൻ ആകരുത്, ഞാൻ പറയാൻ പറഞ്ഞില്ലേ? പിന്നല്ലാതെ എത്ര നേരമായിട്ട് ഞാൻ ഈ ഫോട്ടോ പിടിച്ചോണ്ടിരിക്കുക? സ്നേഹിക്കുന്ന മണ്ണിന്റെ മുഖത്ത് നോക്കി പറ, ഇത്ര ആണോ? എന്തോ പറയാൻ വരുമ്പോ തട്ടുന്നെണ്ണ തട്ടി പോന്നതിന് മുമ്പ് നീ ഒന്ന് പറയൂടെ? മരുന്നാ കൊച്ചൊന്നും പറയില്ല കേട്ടോ നിങ്ങള്. ഇപ്പൊ പറഞ്ഞ കുഴപ്പം. പ്രശ്നം എന്താന്ന് വെച്ചാലേ, എന്റെ സുരഭിയുടെ നല്ല മോന്തയും അണ്ണന്റെ ഈ ഓഞ്ഞ ശരീരമായിട്ട് സിങ്ക് ആവുന്നില്ല. എനിക്ക് അതാ പ്രശ്നം. ഓ, സിങ്ക് ആയിരുന്ന ഇയാളങ്ങ് മല മറിച്ചാനെ. പിന്നെ എടാ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇപ്പൊ സുരഭി 3 പിള്ളേരെ നോക്കിയോ എന്റെ വീട്ടിൽ കുത്തിയിരുന്നാണ്. പലവട്ടം പറഞ്ഞിട്ടുണ്ടോ സുരഭിയെ കുറിച്ച് അങ്ങനെ മോശത്തിനെ പറയരുത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ നീ തെലുങ്ക് വില്ലന്മാരോട്ട് ഇടന്ന് പോകേണ്ട കാര്യം എന്ത്? എടാ സൈക്കോ തല, നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗോൾഡൻ ചാൻസ് അത്. ഈ സമയത്ത് നീ നിന്റെ ഇഷ്ടം അവളെ അറിയിച്ചാണ്ടല്ലോ, താമസിയാതെ അവള് നിന്റെ വീട്ടിൽ വരും. ഫൈനൽ. ഓക്കെ, എടുത്ത് പിടി, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ സുരഭി, നീ സൂർണമാർ. തിരിഞ്ഞോ. ആക്ഷൻ. എണ്ണ എന്തെണ്ണ നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞത്? അയില നിന്റെ വായിലല്ല, നിന്റെ അച്ഛൻ മണിയന്റെ വായിൽ. ഇയാളെ സ്നേഹിക്കുന്നവന്റെ മുഖത്തൊക്കെ നീ എന്താണെന്നറിയ വിളിച്ചു പറയുന്നത്? ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൾ എന്റെ കൂടെ വരത്തുള്ളൂ.
നിനക്ക് ട്രെയിനിങ് നീ ഇത് പിടിച്ചു മൊബൈൽ പോക്കറ്റ് എടുത്തു. ഞാൻ സുരഭി, നീ മുടിയൻ. നല്ല മൂഡിൽ തിരിഞ്ഞ് നിന്റെ ഇഷ്ടം പറ. ഇത് 2 പ്രാവശ്യം ചെയ്ത് ഓക്കെ ആണെങ്കിൽ നീ വിജയിക്കും. തിരിഞ്ഞു ഞാൻ പറയുമ്പോഴേ തിരിയാവും. ആക്ഷൻ. പണിയും കളി നിന്റെ കൂടെ ഇറങ്ങി ഒരു വട്ടം അവിടെ ചെയ്ത് ശരിയാവുന്നത് വേണ്ട. ആ കമ്പനി ഒന്ന് തുടങ്ങിയിട്ട് വേണം നിന്റെ അമ്മായിമ്മയുടെ കൊമ്പ് എനിക്കൊന്ന് ഓടിക്കാൻ. ഇവിടുത്തെ സുഹാസിനി ചേച്ചി കൊമ്പുണ്ടോ മോളെ? ഒന്ന് പോവാച്ചാ. പിന്നെന്താ പറയുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കും മനുഷ്യ. നിങ്ങൾ എപ്പോഴും ഒരു കമ്പനിയുടെ മുതലാളിയാ. എനിക്കൂടെ തോന്നുന്നുണ്ട്. അധികം ബഹുമാനം ഒന്നും കൊടുക്കണ്ട കേട്ടോ. ചേച്ചിക്ക് സുഖമാണോ? നമ്മള് കമ്പനി വാങ്ങുന്ന കാര്യം നിന്റെ അമ്മ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നല്ലോ. ഓ ചുമ്മാതല്ല, മുഖത്ത് ഇത്ര കാനം അസൂയ അല്ലാണ്ട് എന്ത്. എന്റെ അമ്മ ഒന്ന് പതുക്കെ പറ, കേക്കും. രശ്മി, വാട്ട് ഈസ് ദിസ്? ഇവളെ പോലെ അങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന സ്വഭാവമൊന്നും സുഹാസിനി ചേച്ചിക്കില്ല. ഒളിഞ്ഞു നിന്ന് കേക്കണ്ടായിരുന്നു. ഒരു സൈസ് ചീപ്പ് പരിപാടിയായി. പോട്ടെ, ആരും കണ്ടില്ലല്ലോ. മോനെ, ആങ്ങളെ നമുക്ക് നാളെ രാവിലെ തിരുനെൽവേലി വരെ ഒന്ന് പോകണം. എന്തുപറ്റിങ്ങളെ? അവിടെ പേപ്പർ കട്ടിങ് മെഷീൻ വാങ്ങിക്കും. അല്ല, അതാ വിപിനെയും കൂട്ടി പോയാൽ പോരെ അങ്ങളെ? അത് എങ്ങനെ ശരിയാവുന്നത്? കാര്യം വിപിൻ എന്റെ സഹോദരിയുടെ മകനാണെങ്കിലും അവനൊരു ഇൻവെസ്റ്റർ അല്ലേ, അവനെ വിളിച്ചോണ്ട് പോകുന്ന മോശമല്ലേ? അതെന്താ, നിനക്കൊന്ന് കൂടെ പോയാലോ? നിങ്ങൾക്ക് കൂടെ വേണ്ടിയല്ലേ ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ എല്ലാ ഉത്തരവാദിത്വം നീയല്ലേ ഏറ്റെടുക്കേണ്ടത്. അതെ ഏട്ടാ, എന്തിനാ ഇങ്ങനെ മടി കാണിക്കുന്നേ? അമ്മ പറയണ കേട്ടില്ലേ? നമുക്കും കൂടെ വേണ്ടിയിട്ടല്ലേ കമ്പനിയൊക്കെ തുടങ്ങുന്നേ. ഏട്ടാ ചെല്ല്. ഓഹോ, അത് ശരി. ഇനി ഇടപെടാതിരുന്നാ ശരിയാവില്ല. പ്രശോഭേ, നാളെ രാവിലെ എയർ ഇന്ത്യയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. സമയം തെറ്റിക്കാതെ കൃത്യമായിട്ട് പൊയ്ക്കൊള്ളണം മീറ്റിംഗ്. ശരിയമ്മ. അതെങ്ങനെ ചേച്ചി ശരിയാവുന്നത്? നാളെ ഇവർ രണ്ടുപേരുടെ തിരുനെൽവേലിക്ക് പോവല്ലേ? ഞാൻ സുനീതയോടൊന്നും പറഞ്ഞില്ലല്ലോ. സുനീത പറഞ്ഞ എനിക്ക് കേൾക്കുകയും വേണ്ട. നിങ്ങൾ എന്താ മനുഷ്യ പഴം മെഴുകിയത് പണിക്കുന്നത്? അവിടെ പറഞ്ഞു കൊടുക്ക. അത് ചേച്ചി, ഞാനും പ്രശോഭനും കൂടെ നാളെ തിരുനെൽവേലി വരെ ഒന്ന് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. എന്താ തിരുനെൽവേലി കാര്യം? അവിടെ ഈ നമ്മുടെ പേപ്പർ കമ്പനി തുടങ്ങുന്നല്ലോ, ഒരു പേപ്പർ കട്ടിങ് മെഷീൻ നോക്കാൻ വേണ്ടിട്ടാ. മാത്രമല്ല കമ്പനിയുടെ എല്ലാ ചുമതലയും പ്രശോഭനെ ഏൽപ്പിക്കാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അതായത് പ്രശോഭ് നിങ്ങളുടെ കമ്പനിയില് കൂലിക്കാരനായിട്ട് നിൽക്കണം. അങ്ങനെയില്ല, ചന്ദ്രഹാസത്തിലെ ഒരാളിന്റെ ഇപ്പൊ നിങ്ങളുടെ കൂലിക്കാരനായിട്ട് വന്ന് നിൽക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. അറിയാവല്ലോ മേനോന്. അതെ. ചേച്ചിക്ക് ഞങ്ങൾ കമ്പനി തുടങ്ങിയാൽ എന്തെങ്കിലും അസൂയ ഉണ്ടോ? അയ്യോ, ഇത്ര അസൂയ മനുഷ്യന് കൊള്ളത്തില്ല കേട്ടോ. എനിക്ക് ഒരു അസൂയ ഇല്ലേ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അസൂയ തോന്നേണ്ട കാര്യം എന്തുവാ? അതെ, മേനോന് മനസ്സിലായല്ലോ. എനിക്ക് മനസ്സിലായി. പിന്നെ എന്റെ മക്കളെ കണ്ടോണ്ട് നിങ്ങൾ ബിസിനസ് ഒന്നും തുടങ്ങേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് നിനക്ക് വല്ല വിയോജിപ്പുണ്ടോ? ഇല്ലമ്മ. ഇല്ലല്ലോ. ഇല്ല. മേനോനും കാര്യങ്ങൾ മനസ്സിലായില്ല. മനസ്സിലായി അത് മതി. ചേച്ചി പറഞ്ഞ കേട്ടോ, മനസ്സിലായ കാര്യങ്ങൾ. നിങ്ങൾ ലോക തോൽവിയായി പോയല്ലോ മനുഷ്യ. ചുക്കിനും കൊള്ളത്തില്ല, ചുണ്ണാമ്പിനും കൊള്ളുവല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യനാണല്ലോ എനിക്ക് കിട്ടിയത്. പറയില്ലേ ഇങ്ങോട്ട് വന്നേ. ചായ ചായ തണുത്തു. നിങ്ങൾ തന്നെ കുടിക്കേ. സാറേ, കൊച്ചമ്മ കാറ്റൂരി വിട്ടല്ലേ? എന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ, മറ്റൊരു മുഖം ഇനി കാണാൻ കിടക്കുന്നു. ആ ചമ്മയ മുഖം കൂടെ ആകുമ്പോ കംപ്ലീറ്റ് ആവും. ദിസ് ഇസ് നോട്ട് ആൻ എൻഡ് മുത്തു, ദിസ് ഇസ് ടു ബി കണ്ടിന്യൂ. എന്ന് വെച്ചാ ഈ കഥ തുടരുമെന്ന്. അപ്പൊ വീണ്ടും അടിയുണ്ടെന്ന് അർത്ഥം. കഷ്ട.